ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 10-ാം സ്കന്ധം 82-ാം അധ്യായം. വൃഷ്ണി ഗോപ സംഗം. ശ്രീശുകൻ പറഞ്ഞു, കുശസ്ഥലിയിൽ ആ രാമകൃഷ്ണർ വാണൊരു നാൾ പ്രഭോ. പൂർണ്ണ സൂര്യഗ്രഹണമൊന്നുണ്ടായി കൽപ്പാന്ത സന്നിഭം. മുൻകൂട്ടി ഈ നേരറിഞ്ഞു നാനാദേശസ്ഥരേവരും കുരുക്ഷേത്രത്തിൽ വന്നെത്തി പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ. അങ്ങല്ലോ മന്നിടം നിക്ഷത്രിയമാക്കിയ വേളയിൽ 5 രക്തക്കയം തീർത്തത് ആ രാമൻ ശസ്ത്രഭൃദ്വരൻ. അങ്ങല്ലോ പാപശാന്തിക്കാരാമൻ നിഷ്കർമ്മിയെങ്കിലും ലോകബോധ്യത്തിനായി നാനായജ്ഞകർമ്മങ്ങൾ ചെയ്തതും. അപ്പുണ്യതീർത്ഥസ്നാനാർത്ഥം ചെന്നാർ ഭാരതവാസികൾ. അക്രൂരനാഹുകൻ സാമ്പൻ വസുദേവൻ ഗദൻ തഥാ പ്രദ്യുമ്നൻ മുതലാം വൃഷ്ണിമുഖ്യരും പോയ വേളയിൽ പുരം കാത്താൻ ചാരുചന്ദ്രശുഖസാരണയുക്തനായ അനിരുദ്ധൻ യൂഥവനാം കൃതവർമാവൊടും നൃപ. വിമാനാഭം തേർനിരയും മലപോലശ്വജാലവും വിദ്യാധരാഭർ നരരും മേഘാഭം ഗജയൂഥവും ചേർന്നു പൊന്മാലയും വസ്ത്രഭൂഷാതതിയുമൊത്തഹോ മിന്നി വൃഷ്ണികൾ സസ്ത്രീകർ പതിദേവകളെന്ന പോൽ. ഭക്ത്യാ കുളിച്ചുപവസിച്ചന്തണർക്കായ യശസ്വികൾ അപ്പുണ്യകാലത്തു നൽകി വിഭൂഷിതകൾ ഗോക്കളെ. ഗ്രഹണം തീർന്നു വിധി പോൽ വീണ്ടും രാമഹ്രദങ്ങളിൽ കുളിച്ചന്നം ദ്വിജർക്കേകി കൃഷ്ണഭക്തിയുറയ്ക്കുവാൻ. വിപ്രാനുമതരായി പിന്നെ കൃഷ്ണൈകാശ്രയരാം അവർ ഭുജിച്ചു വൃക്ഷത്തണലിൽ വിശ്രമിച്ചാർ യഥാസുഖം. തത്ര കണ്ടാർ മത്സ്യകുരു വിദർഭോശീനരാധ്യരെ സൃഞ്ജയൻ കോസലൻ മാദ്രേശന്മാർ കൗന്ദേയർ കൈകയർ കാമ്പോജർ കേരളാനർത്തർ തൊട്ട ബന്ധുജനത്തെയും. കണ്ടാർ സ്വപക്ഷക്കാരെയുമല്ലാത്തോരെയും അവ്വിധം നന്ദാദ്യരെയും വേർപാടാൽ കേഴുമഗോപിമാരെയും. പരസ്പരം കണ്ടു തെളിഞ്ഞ ചിത്തവും വിരിഞ്ഞ വക്രാംബുജമൊത്തു സാദരം പുണർന്നു രോമാഞ്ചമണിഞ്ഞു കണ്ണുനീർ ചൊരിഞ്ഞു നിന്നാരവർ ഗദ്ഗദത്തൊടും. അന്യോന്യമാ സ്ത്രീകളും ആർദ്രസുസ്മിതേക്ഷണങ്ങളൊത്തശ്രുപൊഴിച്ചു കൈകളാൽ അണച്ചു നൽകുങ്കുമമാർന്ന മാറിൽ മാറിടം തഥാ മുങ്ങി സുഖാംബുരാശിയിൽ. ഇളയോരാൽ വന്ദിതരായുള്ളോർ വന്ദിച്ചു വൃദ്ധരെ ചോദിച്ചു കുശലം. പിന്നെ പാടിനാർ കൃഷ്ണ സൽക്കഥ. പിതാക്കൾ കൃഷ്ണൻ, ഭ്രാതാക്കൾ പെങ്ങന്മാർ, ഭ്രാതൃപത്നിമാർ, തൽപുത്രർ ഇവരെ കണ്ടു മോദിച്ചാൾ ഹൃദയം തഥാ. കുന്തി പറഞ്ഞു, ശ്രേഷ്ഠ സോദര, ഞാൻ ഭാഗ്യം കെട്ടോൾ താൻ. എൻ വിപത്തിലും ഓർത്തില്ലല്ലോ സത്തമരാം നിങ്ങളൻ വാർത്ത ഏതുമേ. ദൈവം വെടിഞ്ഞോരെ നൂനം സുഹൃൽ ബന്ധുക്കൾ പുത്രരും ഓർക്ക. ഭ്രാതാക്കളും സ്വന്തം അച്ഛനും പെറ്റതള്ളയും. വസുദേവർ പറഞ്ഞു, ഭദ്രേ ചൊടിക്കായിക. ദൈവത്തിൻ്റെ പാവകൾ ഈ നരർ തതിച്ഛ പോൽ ചെയ്വു ലോകം ചെയ്യിപ്പിപ്പതും ഈശ്വരൻ. ദേശം തോറും പാഞ്ഞു ഞങ്ങൾ കംസപീഡകളാൽ ശുഭേ സ്വസ്ഥാനമാർന്നതിപ്പോൾ താൻ ഈശ്വരൻ തുണ ചെയ്യുകയാൽ. ശ്രീശുകൻ പറഞ്ഞു, വസുദേവോഗ്രസേനാദി യദുപൂജിതരാം നൃപർ ശ്രീകൃഷ്ണ സന്ദർശനത്താൽ പൂണ്ടാരാനന്ദ നിർവൃതി. ധൃതരാഷ്ട്രർ തഥാ ദ്രോണർ ഭീഷ്മർ ഗാന്ധാരി പുത്രരും സദാരരായി പാണ്ഡവരും കുന്തിയും കുന്തിഭോജനും സൃഞ്ജയൻ വിതുരൻ ശല്യർ വിരാടൻ ഭീഷ്മകൻ കൃപർ ദ്രുപദൻ മൈഥിലൻ നഗ്നജിത്തും കാശീശനും തഥാ ദമഘോഷൻ ധൃഷ്ടകേതു
സുശർമാവധ കൈകയൻ യുധാമന്യു വിശാലാക്ഷൻ മദ്രേശൻ ബാഹ്ലികാദ്യരും യുധിഷ്ഠിരനുമായി വന്ന നൃപന്മാരേവരും തഥാ സഭാര്യനായി ശ്രീപതിയെ കണ്ടു വിസ്മിതരായി ഭൃശം വഴിപോൽ ആ രാമകൃഷ്ണന്മാരാൽ സൽകൃതരാം അവർ പ്രശംസിച്ചാർ മുതാ കൃഷ്ണാശ്രയരാം ആ യദുക്കളെ. അഹോ ഭോജപതേ ധന്യം യുഷ്മജന്മം മനുഷ്യരിൽ കാൺമോ ഭവാന്മാർ ആ യോഗി ദുർദർശൻ കൃഷ്ണനെ സദാ ആർദൻ ശ്രുതിസ്തുത സുകീർത്തിയും ആ വജസ്സും തൃപ്പാദതീർത്ഥവും അണപ്പു ജഗദ്വിശുദ്ധി കാലം മുടിച്ച ധരയും വിഭവങ്ങളെന്നു തൂവുന്നതാരുടയ കാൽപ്പൊടിയേൽക്കമൂലം ആ സ്വർഗമോക്ഷസുഗതൻ ഹരിയൊത്തു കർമ്മകാണ്ഡം ചരിപ്പതിനുമൊത്തു വസിപ്പതിനും കാണാൻ തൊടാൻ ശയനഭോജന ഭാഷണാദി ചെയ്യാനും ഉള്ള പുരുഭാഗ്യമണഞ്ഞു നിങ്ങൾ. ശ്രീശുകൻ പറഞ്ഞു, യദുക്കളൊപ്പം ശ്രീകൃഷ്ണൻ വന്നതായി കേട്ടു. കാണുവാൻ സാമാനവണ്ടികളുമായി വന്നാൻ നന്ദൻ സുഹൃദ്വ്രതൻ. പ്രാണൻ ലഭിച്ചപ്പോൾ തത്ര നന്ദനെ കണ്ടു വൃഷ്ണികൾ പിടഞ്ഞെഴുന്നേറ്റു ഗാഠം പുൽകിനാർ വിരഹാർത്തിയാൽ. കംസപീഡകളും പുത്രൻ തന്നെ ഗോഷ്ഠമണച്ചതും ഓർത്തോർത്താതുരനായി പുൽകി നന്ദനെ ശൂരസേനജൻ. രാമകൃഷ്ണന്മാർ തരസാവുടർന്ന ആത്മപിതാക്കളെ വന്ദിച്ച് അശ്രുക്കൾ വാർത്തൊന്നും മിണ്ടാനാവാതെ നിന്നുപോയി. പുണ്യവാന്മാരവർ തഥാ മടിയേറ്റി സ്വപുത്രരെ ഗാഠഗാഠം പുണർന്ന ആനന്ദാശ്രുവാർത്തു കുരുദ്വഹ. യശോദയെ ദേവകിയും തഥാ രോഹിണിയും മുതാ പുണർന്നു തൻ മൈത്രിയോർത്തു കണ്ണീർ വാർത്തോതി ഇങ്ങനെ. ആർ മറക്കും നിങ്ങൾ ചെയ്തൊരുപകാരം വ്രജേശ്വരി, ഇന്ദ്രപട്ടം നൽകിയാലും ഇതിൻ പകരമായിടാ. സ്വന്തം പിതാക്കളുടെ മട്ട് അഴലേതുമേകാമട്ടും സ്വപക്ഷ നിരകൺകളെ എന്ന പോലെ പെറ്റന്നു തൊട്ടിവരെ നിങ്ങൾ വളർത്തി ഭദ്രേ നല്ലോരിലെങ്ങഹ തൻ പരൻ എന്ന ഭേദം. ശ്രീശുകൻ പറഞ്ഞു, നീണാൾ കൊതിച്ച് ഒടുവിലിങ്ങനെ കൃഷ്ണനെ കണ്ട ഗോപിമാർ നിമിഷകൃത്തിനെയും ശപിച്ചു. കണ്ണാൽ നുകർന്നു ഹൃദി ചേർത്തു പുണർന്നു ഗാഠം യോഗീന്ദ്ര ദുർലഭമണഞ്ഞു തദാത്മഭാവം. ആ മട്ടിൽ അവരെ കണ്ടു വിജനത്തിലണച്ചുടൻ കുശലോക്തിയോടും പുൽകി സസ്മിതം ചൊന്നു സ്വജനാപത്തൊഴിക്കാനായി ശത്രുക്കളെ വധിക്കുവാൻ പോയി താമസിച്ചൊരിവരെയോർപ്പിയിലെ തോഴിമാർകളെ. കൃതഘ്നരീ ഞങ്ങളെന്നായി നിങ്ങൾ തെറ്റിദ്ധരിച്ചിതോ? ദൈവമല്ലോ ജീവികളെ ചേർപ്പതും പിരിയിപ്പതും. കാറും പുല്ലും പഞ്ഞിയും മണ്ടരിയും വായുവെന്ന പോൽ ദൈവമല്ലോ പ്രാണികളെ ചേർപ്പതും പിരിയിപ്പതും. എന്നിൽ പ്രേമം പുലർത്തുന്നോരമൃതത്വത്തിന് അർഹരാം മൽപ്രാപകം സ്നേഹമുണ്ടായി നിങ്ങൾക്കെന്നതു ഭാഗ്യമായി. ഭൗതികം വസ്തുവേദിനും പഞ്ചഭൂതങ്ങൾ എന്ന പോൽ വിശ്വത്തിനാദിമധ്യാന്തം ബാഹ്യാന്തരവുമാണു ഞാൻ. ഭൂതങ്ങളിൽ പഞ്ചഭൂതം തൽഭോക്താവധ ജീവനും ആ രണ്ടും പരനാമെന്നിൽ വർത്തിക്കുന്നെന്നു കാണുവിൻ. ശ്രീശുകൻ പറഞ്ഞു, ഏവം ആത്മോപദേശത്താൽ ദേഹബോധം നശിക്കയാൽ കൃഷ്ണനെ താൻ ശരണമായി നണ്ണിച്ചൊന്നിതു ഗോപിമാർ. സംസാര നീർച്ചുഴിയിൽ വീണ ജനത്തിനേകാലംബം മുനീന്ദ്രവിമലാശയ സംവിഭാവ്യം. ത്വൽപാദപത്മം അനിശം ഗൃഹജോലി ചെയ്യും നേരത്തും ഓർമ്മ വരണേ ഹൃദി പത്മനാഭ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 82-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.